പലരും എന്നെ കാണാൻ വന്നു, പലരും എന്നെ കാണാൻ വന്നില്ല. അവരോടൊന്നും പരിഭവമില്ല. കാണാൻ വന്നവരോട് നന്ദി മാത്രം. ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ശരിയാണ് വന്നത്. എന്തത്ര ചിരിക്കാനുള്ളത്? ഈ പറയുന്ന നിങ്ങള് രേണു സുധിയും സുധിച്ചേട്ടനെയും വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയോളല്ലേ? അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. ദുബായി പോകുന്നു, സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം വാങ്ങുന്നു, അതൊരു വ്ളോഗ്. സുധിച്ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, അതിന് 1.8 മില്യൺ വ്യൂസ്. ഇതും രേണു സുധിയും കുടുംബത്തെ വിറ്റിട്ടാണ്. നേരത്തെ ചെറി വന്നു എന്ന് പറയുന്ന ആളാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ പിന്നെ വായ പൂട്ടിയോടെ മിണ്ടാണ്ടിരിക്കുക, കൂടുതൽ കുണയ്ക്കാൻ നിൽക്കണ്ട. അത്ര ഞാൻ ഇവിടെ ഉദ്ദേശമുള്ളൂ. ഒരു മയത്തിലൊക്കെ മതി. അങ്ങനെ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമ കണ്ട് മാറട്ടെ. നല്ല രീതിയിൽ കോൺട്രോവേഴ്സി ആയ ഒരു വേർഡ്സ് ആണിത് കിച്ചുവിന്റെ. നേരെ കിച്ചു രേണുസുധിയെ കാണാൻ പോവുകയും അവിടുന്ന് ഋതപ്പന്റെ കൂടെ മാത്രം ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റാണ്ട് വെച്ചു. പൊന്നു കിച്ചു, നിന്നോട് പറഞ്ഞ കാര്യമാണ്. ആ ഈഗോ ഒന്ന് മാറ്റി വെച്ചിട്ട്, കിച്ചുനോട് മാത്രമല്ല രേണുസുധിയോടും ഈഗോ മാറ്റി വെച്ചിട്ട് പരസ്പരം നല്ല രീതിയിൽ പോവാൻ. അപ്പൊ അതിനെപ്പറ്റി രേണുസുധിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വിഷയം മെയിൻ ആയിട്ട് ലക്ഷ്മി നക്ഷത്ര എന്തുവാടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ സാധനം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നിങ്ങളുടെ തീരുമാനം മാത്രമായിരിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സീക്രട്ട് ഏജന്റ് നേരെ രേണുസുധിയെ പോയി കാണുകയും അത്യാവശ്യത്തിന് വേണ്ട പണമായാലും AC ആയാലും വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോ പറഞ്ഞ വാക്കാണ്, എനിക്കത് കേട്ടിട്ട് ചിറിയാണ് വന്നത് എന്ന്. അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ശരിയാണ് വന്നത്. എന്തത്ര ചിരിക്കാനുള്ളത്? എനിക്കത് ചോദിക്കാനുള്ളത്. ഞങ്ങൾ റിയാക്ഷൻ ചാനൽസ് ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങൾ കുറച്ച് BGM-ഉം പാട്ടും മാസ് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിച്ചു വന്നത്, രേണുവിനെ വിറ്റിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടില്ലേ യൂട്യൂബില്? അപ്പൊ നിങ്ങൾക്കത് പറയാനുള്ള എന്ത് അധികാരമുള്ളത്? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക. ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ശരിയാണ് വന്നത്. എന്തത്ര ചിരിക്കാനുള്ളത്? ഈ പറയുന്ന നിങ്ങള് രേണു സുധിയും സുധിച്ചേട്ടനെയും വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയോളല്ലേ? അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. ദുബായി പോകുന്നു, സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം വാങ്ങുന്നു, അതൊരു വ്ളോഗ്. അതിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് ഞാൻ കാണിച്ചു തരാവേ. പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മണം പെർഫ്യൂം ആക്കി, അതിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് ആണ് 1.5 മില്യൺ. നിങ്ങൾ ChatGPT ജെമിനിയോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും ഈ 1.5 മില്യൺ വ്യൂസിന് എത്ര റവന്യൂ കിട്ടുന്നുള്ളത്. വാചകടിക്കുന്ന ഒരു കുറവും ഇല്ല. പക്ഷെ അവനവൻ ചെയ്യണ കാര്യങ്ങളോ ബാക്കിയും കൂടി കണ്ടിട്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയണം. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പെർഫ്യൂം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രേണുവിന് അങ്ങനെ ഒരു പെർഫ്യൂം ആവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. അതെന്തിന് യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗാക്കി മാസ് BGM-ഉം കരച്ചിലും മെഴുകലായിട്ട് കാണിച്ച ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയണില്ലെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്വിച്ച്, അതായത് റവന്യൂ ഏൺ ചെയ്യാനുള്ളത്, അത് ഓഫ് ആക്കിയിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഐ മീൻ ആ വ്ളോഗ്. അപ്പൊ അതില് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. ആ ലെവലിൽ പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ പറയുന്നത്. റിയാക്ഷൻ ചാനൽ ചെയ്ത ഒരു വ്യക്തി വീട്ടിൽ പോയി പൈസ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ചിറിയാണ് വന്നത് എന്ന്. ലേശ ഉളുപ്പ് ബാക്കിയും കൂടി. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോ സെറ്റ് വ്യക്തികൾ അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. സീക്രട്ട് ഏജന്റ്, അതായത് റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഒരാള്, അയാളെ ഞാൻ വെളുപ്പിച്ചെടുക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. അയാൾ ഉദ്ദേശിച്ചിറക്കണത്, അയാൾ ഒരു ഹെൽപ്പ് ചെയ്തു രേണുസുധിക്ക്. അപ്പൊ അതേപോലെ പറ്റാവുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കേൾക്കണം മറ്റുള്ളവര്. അതായത് നിങ്ങളാണ് രാജാവ്, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. എല്ലാവർക്കും അവനവന്റേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. എനിക്കിപ്പോ രേണുവിന് പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വേണ്ട തീരുമാനിക്കാൻ, അല്ലാണ്ട് നിങ്ങളാരും പറഞ്ഞിട്ടാവരുത്. അതേപോലെ തന്നെ വ്യക്തിപരമായി ഓരോ ആൾക്കാർക്ക് തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് സീക്രട്ട് ഏജന്റ് വന്ന് പറഞ്ഞു ഞാനിപ്പോ അവർക്ക് കൊണ്ട് പൈസ കൊടുത്തു, അതേപോലെ നിങ്ങളും കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ ലക്ഷ്മി നക്ഷത്ര, നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ആ വ്ളോഗ് ഇട്ടിറക്കുന്നത്? രേണുവിന് പെർഫ്യൂം കൊണ്ടേ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ വ്ളോഗിന് എന്ത് ബെനിഫിറ്റ് കിട്ടാനാ? ഓലക്ക തള്ളുന്നതിലൊക്കെ ഒരു പരിധി വേണം. റിയാക്ഷൻ ചാനൽ ചെയ്ത സീക്രട്ട് ഏജന്റ് ഒരു കാറിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് വീഡിയോ ചെയ്തത് എങ്കിൽ നിങ്ങൾ നല്ല വണ്ടർഫുൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ് BGM-ഉം കളർ ട്യൂണിങ്ങും എല്ലാം കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഗംഭീര വ്ളോഗ്, അത്രയേലും വ്യത്യാസമുള്ളൂ. നിങ്ങളും റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു, അതിന് രേണുസുധിയെ കൂട്ടുപിടിച്ചു, രേണുസുധി ഒരു കണ്ടന്റ് ആക്കി മാറ്റി.
അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കൊണക്കലൊക്കെ അത്യാവശ്യം കുറയ്ക്കാൻ കേട്ടോ. അപ്പൊ ഒരാള് രേണുസുധിയെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനിത്ര പുച്ഛിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് പറയാനുള്ളൂ. വീഡിയോ കാണുന്ന നിങ്ങൾക്കെങ്കിലും ഒരു തോന്നലുണ്ടാവുമല്ലോ ആ സ്ത്രീ പറഞ്ഞ് ശരിയാണോ എന്നുള്ളത്. സഹായിക്കാൻ മനസ്സുള്ളത് സഹായിച്ചോട്ടെ. ഈ പറഞ്ഞ ചിറി പടർത്തി ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബിന്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യത്തെ വ്ളോഗ് സുധിച്ചേട്ടന്റെ പുതിയ വീടും വീട്ടുവിശേഷങ്ങളും 2 മില്യൺ വ്യൂസ്. ആ 2 മില്യൺ വ്യൂസിന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എത്ര രൂപയോളം കണക്ക് കിട്ടും എന്നുള്ളത്. എന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 1 lakh അബവ് 2 lakhs എടുത്തോളം അവർക്ക് ആ വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത വീഡിയോ സുധിച്ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, അതിന് 1.8 മില്യൺ വ്യൂസ്. ഇതും രേണുസുധിയും കുടുംബത്തെ വിറ്റിട്ടാണ്. നേരത്തെ ചെറി വന്നു എന്ന് പറയുന്ന ആളാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. അടുത്തത് സുധിച്ചേട്ടന്റെ പെർഫ്യൂം ഇനി രേണുവിന്, അതിന് 1.4 മില്യൺ. പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മണം പെർഫ്യൂം ആക്കി ദുബായ് വ്ളോഗ്, അതിന് 1.5 മില്യൺ. ഏകദേശം എങ്ങനെയും സുധിച്ചേട്ടനെ വിറ്റിട്ട് 10 lakhs അബവ് ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു പെർഫ്യൂം വാങ്ങി കൊടുക്കണമെങ്കിൽ അത് പേഴ്സണലി കൊടുത്താൽ പോരെ? അതാണ് നേരത്തെ പറഞ്ഞത്. അതെന്തിനൊരു വ്ളോഗ് ആക്കിയിടണം? ലക്ഷ്മി നക്ഷത്രം തന്നെ വേറെ കുറച്ച് വ്ളോഗും കാര്യങ്ങളും അതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഒരു 11 മാസം മുമ്പിട്ട മഴ നനഞ്ഞു മീൻ പിടിക്കാൻ ഒരു അടിപൊളി സ്ഥലം, അതിന് 46K ആണ് കിട്ടിയിരിക്കുന്നത്. തൃശൂർ പൂരം പൊളിച്ചു ഗൈസ്, 36K. ട്രിപ്പ് മോഡോൺ 25K. ഇതൊന്നും കുറവല്ല എന്നല്ല പറയുന്നത്. രേണുചേട്ടന്റെ സുധിച്ചേട്ടന്റെ വീഡിയോ ചെയ്തതിന്റെ അത്രയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ആവശ്യവും വ്ളോഗാണ്, കോണ്ടന്റ് ആണ്. അപ്പൊ പിന്നെ വായ പൂട്ടിയോടെ മിണ്ടാണ്ടിരിക്കുക, കൂടുതൽ കുണയ്ക്കാൻ നിൽക്കണ്ട. അത്ര ഞാൻ ഇവിടെ ഉദ്ദേശമുള്ളൂ. ഒരു മയത്തിലൊക്കെ മതി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചു രേണുവിനെ കാണാൻ പോവാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ആ വീഡിയോ കണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നുള്ളൂ. ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണ് ഋതപ്പന്റെ കൂടെ ഉള്ളത്. നമ്മള് ഇന്നലെ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞാണ് അവൻ എന്തായാലും ഋതപ്പൻ ഒരു അനിയൻ തന്നെ ഇരിക്കും. രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ നോക്കാൻ ആരുമില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്നുള്ളത്. ആ വീഡിയോ ഒന്ന് കാണാം. പറയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞനാഥയാകരുത്, അവനെ ഏറ്റെടുക്കണമെന്ന് പറയും. അവരപ്പം എന്നെ വഴക്ക് പറയും, അവരുടെ കൊച്ചു തന്നെയാന്ന് പറയും. എൻ്റെ കുഞ്ഞിനാരുമില്ല, അതേ ഉള്ളു ഇപ്പം ഏക സങ്കടം. എൻ്റെ കുഞ്ഞിനാരും ഇല്ലാതായിപ്പോയി, അച്ഛനും ഇല്ല. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് സ്നേഹം വരുന്നല്ല. രേണുവിന്റെ ആ സങ്കടത്തിനുള്ള ഒരു ഉത്തരാണ്. എങ്ങനെ പോവാണെങ്കിലും കിച്ചുവിനെ സംബന്ധിച്ച് അവൻ മാത്രമേ ഉള്ളൂ ഋതപ്പൻ. ഇനി ഭാവിയിൽ എന്ത് കാര്യമാണെങ്കിലും അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടുപേരും നല്ല രീതിയിൽ ഈഗോ കളിച്ചു. രേണുസുധി കിച്ചുവിനെ വിളിച്ചോ? ഇല്ല. എന്നിട്ട് അവസാനം അവൻ തന്നെയല്ലേ വരേണ്ടി വന്നത്. എന്തായാലും ഇപ്പൊ രേണുവിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത്രയും പ്രശ്നമാണ്. മുടിയൊക്കെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടേ. അപ്പൊ എന്തായാലും വ്ളോഗ് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജീവിതത്തിൽ വലിയൊരു സൗഖ്യം ദൈവം തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പലരും എന്നെ കാണാൻ വന്നു, പലരും എന്നെ കാണാൻ വന്നില്ല. അവരോടൊന്നും പരിഭവമില്ല. കാണാൻ വന്നവരോട് നന്ദി മാത്രം. ഇവിടെ രേണുസുധിക്ക് ഭയങ്കര രീതിയിൽ വിഷമമുണ്ട്. കിച്ചു നേരം പോലെയുള്ള പെരുമാറ്റമൊന്നും അവരോട് കാണിച്ചിട്ടില്ല. എന്തൊക്കെ പറയുകയാണെങ്കിലും എന്റെ അഭിപ്രായത്തില് നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളോട് മാത്രമേ നമ്മൾ കോർക്കാൻ പോകാൻ പാടുള്ളൂ. അതായത് വീണ് കിടക്കുന്നവരെ തല്ലരുത് എന്ന് പറയില്ലേ. ഒന്നല്ലെങ്കിലും നിന്നെ നോക്കി വളർത്തിയ ഒരാളാണ്, കുറച്ച് റെസ്പെക്റ്റ് എങ്കിലും കാണിക്കുക. കുറച്ച് കാണിച്ചാൽ മതി. അതേ അവരവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം വെയ്യാണ്ട കിടക്കുന്ന സമയത്ത് എന്തൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം സാധാ ഒരു രോഗമല്ല. അപ്പൊ കിച്ചു നീ ഒന്ന് താഴ്ന്നു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെ മിസ്റ്റേക്ക് രേണുസുധിയുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇനി ഒരുപാട് കീമോ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ മറികടക്കുമെന്ന് എനിക്ക് അറിയില്ല. ചില സമയം എല്ലാരും പറയും രേണുസുധി ഭയങ്കര മനക്കരുത്തുള്ള കുട്ടിയാണ്. സത്യമാണ്. പക്ഷെ ശാരീരികമായിട്ട് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എന്നെപ്പോലെ തന്നെ രോഗമുള്ള ഒരു പ്രശസ്ത, പേരൊന്നും പറയുന്നില്ല, അവര് ഞാനും തമ്മിൽ സംസാരിക്കാറുണ്ട്. അവർക്ക് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, സൗന്ദര്യവും സമ്പത്തും എല്ലാം ഉള്ളപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ആരുമില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ആരും ഇല്ലെന്നല്ല പറഞ്ഞത്, ഉള്ളവരുണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ സഹോദരി എന്നെ നോക്കുന്നുണ്ട്.
ഇച്ചുവിനോട് അവസാനമായിട്ട് പറയാനുള്ളത്, നീ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നീ അവരെ കാണാൻ പോണ്ട. നിനക്ക് ആഗ്രഹവും നല്ല രീതിയിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, വിത്ത് പ്യുവർ ഇന്റൻഷൻ. അല്ലാണ്ട് രേണുവിനെ കാണാൻ പോകുന്നത് ഒരു നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് ആ ഒരു ലെവലിൽ വീഡിയോ ചെയ്തിട്ട് വേണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. എന്തൊക്കെ ഭാഗത്തുനിന്ന് അവരുടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോ അത്രയും വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ ആ ഒരു ലെവലിൽ പെരുമാറുക. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.